പ്രിയ കുട്ടികളെ, ഹയർ സെക്കൻഡറി ക്രിസ്മസ് പരീക്ഷ മലയാളത്തിന് തയ്യാറെടുപ്പ് നടത്തുന്ന നിങ്ങളുടെ മുൻപിലേക്ക് ഏറ്റവും ലളിതമായ ഒരു പദ്യഭാഗം പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോയിൽ ഞാൻ ശ്രമിക്കുന്നത്. വളരെ ലഘുവായ എളുപ്പമുള്ള ഒരു കവിത. കൊല്ലാം കണ്ടത്തിൽ ദേവസ്യ മുഖ്യ കഥാപാത്രമായി വരുന്ന തേങ്ങ എന്ന മനോഹരമായ ഒരു കൊച്ചു കവിത. പേര് ആകർഷകമാകുന്ന പോലെ തന്നെ ഈ കവിതയും വളരെ എളുപ്പമുള്ളതാക്കാനുള്ള ഒരു ശ്രമം. ചെറിയാൻ കെ ചെറിയാൻ എന്ന പ്രവാസിയായ, ഇപ്പോൾ ന്യൂയോർക്കിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാസിയുടെ ലഘു കവിത. പേര് പോലെ തന്നെ കവിതയിലും കോമഡിയാണ്. അതുകൊണ്ട് തന്നെ കവിതയുടെ ഉള്ളടക്കത്തിലേക്ക് നമുക്ക് മനസ്സ് കൊണ്ടുവരാം. അതിനു മുൻപ് തന്നെ തെങ്ങുമായി ബന്ധപ്പെട്ട ഏതാനും ചൊല്ലുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. തെങ്ങ് ചതിക്കില്ല എന്ന് പറയാറുണ്ട്. മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണു. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. തെങ്ങിനോളം വണ്ണം വെച്ചാലും ഈർക്കിലോളം കാതൽ വേണം. 4 ചൊല്ലുകളുണ്ട്. ഏതെങ്കിലും 2 ചൊല്ല് മനഃപ്പാഠമാക്കിയാൽ ഉപകാരമായിരിക്കും. കാരണം പരീക്ഷയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓരോ ഉത്തരങ്ങളും പ്രധാനപ്പെട്ടതാണ്. തെങ്ങുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും 2 ചൊല്ലുകൾ എഴുതുക. തേങ്ങ ചതിക്കില്ല, മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണതുപോലെ എന്ന് പറയാറുണ്ട്. അതുപോലെ തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി, തെങ്ങിനോളം വണ്ണം വെച്ചാലും ഈർക്കിലോളം കാതൽ വേണം. കവിതയിലേക്ക് കടക്കാം. കൊല്ലാം കണ്ടത്തിൽ ദേവസ്യ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തിരുന്ന് മുറുക്കുകയായിരുന്നു. വെറ്റില അടക്കയൊക്കെ കൂട്ടി മുറുക്കിൽ സുഖം കണ്ടെത്തുന്ന ഒരു തെറ്റായ പ്രവണത ചില ആളുകൾക്കെങ്കിലും ഉണ്ട്. അങ്ങനെ മുറുക്കി രസിക്കുന്നതിനിടയിൽ അടുത്തുള്ള തെങ്ങിൽ നിന്ന് ഒരു പെരുന്തൻ തേങ്ങ വന്ന് ദേവസ്യയുടെ ഉച്ചിയിൽ തന്നെ വീണു, ശിരസിൻ്റെ മുകളിൽ തന്നെ വീണു. അന്തം വിട്ടുപോയ ദേവസ്യ മരിച്ചു എന്ന് കരുതി അടുത്ത് ഈ കാഴ്ച കണ്ട പാലുശ്ശേരിൽ നാരായണപിള്ള. അയാൾ ഓടിയെത്തിയപ്പോഴേക്കും ദേവസ്യ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ചാടി എഴുന്നേറ്റു. ദേവസ്യയ്ക്കല്ല പറ്റിയത്, ദേവസ്യയുടെ ശിരസിൽ വീണ തേങ്ങ പൊട്ടി ചിതറി നാരുകൾ അടക്കം അടുത്തുള്ള കുളത്തിലേക്ക് വീണു. പാലുശ്ശേരിയിൽ നാരായണപിള്ളയുടെ മുഖത്തെ അമ്പരപ്പ് കണ്ടിട്ടാണോ അതോ താൻ രക്ഷപ്പെട്ടു എന്ന സന്തോഷം കൊണ്ടാണോ ദേവസ്യയ്ക്ക് പെട്ടെന്ന് ചിരിയാണ് വന്നത്. ചിരിച്ച് ഒടുവിൽ ചിരി നിർത്താൻ പറ്റാണ്ടായി. ദേവസ്യ ചാഞ്ഞിരുന്ന് ചെരിഞ്ഞിരുന്ന് കിടന്ന് ഒക്കെ ചിരിച്ച് അയാൾ ഒടുവിൽ മരിച്ചുപോയി. ഈ കവിത വായിക്കുന്ന നമ്മൾക്ക് പെട്ടെന്ന് ഇതൊരു കോമഡി ആയിട്ട് തോന്നാം. തേങ്ങ ശിരസിൽ വീണിട്ടും മരിക്കാത്ത ഒരാൾ ചിരിച്ച് മരിക്കുകയോ? ഇവിടെയാണ് അയുക്തി ഹാസ്യത്തിന് കാരണമാകാറുണ്ട് എന്ന സത്യം നമ്മൾ കണ്ടെത്തേണ്ടത്. ഒരു ഹാസ്യ കവിതയാണ്. അയുക്തി എന്നാൽ യുക്തിക്ക് ചേരാത്ത കാര്യങ്ങൾ, യുക്തിയില്ലായ്മ. ഇന്ന് വരെ തേങ്ങ വീണവര് വളരെ അപൂർവമായിട്ട് രക്ഷപ്പെടുന്നുള്ളൂ. അവിടെയാണ് കൊല്ലാം കണ്ടത്തിൽ ദേവസ്യ യാതൊരു പരിക്കും കൂടാതെ രക്ഷപ്പെടുന്നു. മാത്രമല്ല തേങ്ങ പൊട്ടിച്ചിതറി കുളത്തിലേക്ക് പോകുന്നു. അയുക്തി തമാശയ്ക്ക് കാരണമാകും എന്നതിന് ഒരു ഉദാഹരണമാണ് ഈ കൊച്ചു കവിത. ഇനിയാണ് കവിതയിലെ ട്വിസ്റ്റ് വരുന്നത്. ഈ കവിതയ്ക്ക് ചെറിയാൻ ഒരു ഗുണപാഠം നിർദ്ദേശിക്കുന്നു. കൊല്ലാം കണ്ടത്തിൽ ദേവസ്യയുടെ അനുഭവത്തിൽ നിന്ന് കൂട്ടിയെടുത്ത ഒരു ഗുണപാഠം. തേങ്ങ തലയിൽ വീണാൽ ചിരിക്കരുത്. ഇതാണ് തേങ്ങ എന്ന കവിതയിലെ ഗുണപാഠം. ഒന്നുകൂടെ പറയാം. തേങ്ങ തലയിൽ വീണാൽ ചിരിക്കരുത്. ഈ ഗുണപാഠം പക്ഷേ കൊല്ലാം കണ്ടത്തിൽ ദേവസ്യയ്ക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അയാൾ താൻ രക്ഷപ്പെട്ടത് ഓർത്ത് ചിരിച്ചത്. ചിരി നിർത്താൻ പറ്റാണ്ട് അയാൾ ചിരിച്ച് ശ്വാസം മുട്ടി മരിച്ചുപോയത്. ഈ കവിതയുടെ കോമഡി എന്ന് പറയുന്നത് ഇതിൻ്റെ ഗുണപാഠമാണ്. പ്രിയ കുട്ടികളെ, കവിതയുടെ ആശയം പെട്ടെന്ന് ഒരിക്കൽ കൂടി പറയാം. നിസ്സാരമായ കവിതയാണെന്നോർത്ത് നമ്മൾ മറക്കാനിടയുള്ളത് കൊണ്ടാണ്. കൊല്ലാങ്കണ്ടത്തിൽ ദേവസ്യ
മുറ്റത്തിരുന്ന് മുറുക്കുകയായിരുന്നു. മുറുക്കുന്നതിനിടയിൽ അയാളുടെ ശിരസിലേക്ക് ഒരു വലിയ തേങ്ങ ടപ്പോന്ന് വീണു. അയാൾ മരിച്ചുവെന്ന് കരുതി അന്തം വിട്ട സമയത്താണ് തേങ്ങ പൊട്ടിച്ചിതറി അടുത്തുള്ള കുളത്തിലേക്ക് വീണു. ദേവസ്യ രക്ഷപ്പെടുന്നു. ദേവസ്യയുടെ ശിരസിൽ തേങ്ങ വീഴുന്ന കാഴ്ച കണ്ട് അന്തം വിട്ട അയൽപ്പക്കത്തുള്ള പാലുശ്ശേരി നാരായണപിള്ള ഓടി വന്നു. ദേവസ്യ ആ പാലുശ്ശേരി നാരായണപിള്ളയുടെ മുഖത്തെ അമ്പരപ്പ് കണ്ടിട്ട് ദേവസ്യയ്ക്ക് ചിരി സഹിക്കാൻ പറ്റിയില്ല. ഒരുപക്ഷെ ചിരിച്ചത് താൻ രക്ഷപ്പെട്ടതിലുള്ള സന്തോഷം കൊണ്ടാവണോ ആവാം, അല്ലെങ്കിൽ പാലുശ്ശേരി നാരായണപിള്ളയുടെ മുഖത്തെ അമ്പരപ്പ് കണ്ടിട്ടാവാം. താൻ രക്ഷപ്പെട്ടിട്ടാണെന്ന് ഓർത്തിട്ടാവോ ദേവസ്യ ചിരിച്ചു. ചിരിച്ച് അയാൾക്ക് ഒടുവിൽ ചിരി നിർത്താൻ പറ്റാണ്ടായി. അങ്ങനെ ചിരി നിർത്താൻ പറ്റാണ്ട് അയാൾ ശ്വാസം മുട്ടി മരിക്കുന്നു. ഇതാണ് ഈ കവിതയുടെ ആശയം. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഗുണപാഠം ഒരിക്കൽ കൂടി പറയാം. തേങ്ങ തലയിൽ വീണാൽ ചിരിക്കരുത്. ഈ ഗുണപാഠം എങ്ങനെ ഹാസ്യത്തിന് കാരണമാകുന്നു? മരണത്തിന് തൊട്ടു മുൻപിൽ അകപ്പെട്ട ദേവസ്യ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ആ രക്ഷപ്പെട്ട സന്തോഷത്തിൽ ദേവസ്യ ചിരിക്കുന്നു. ആ ചിരി അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമാക്കുന്നു. ഒരിക്കൽ കൂടി പറയാം. ഇവിടുത്തെ തമാശ എന്ന് പറയുന്നത് മരണ മുഖത്തു നിന്ന് രക്ഷപ്പെടുന്ന ദേവസ്യ ആ ആശ്വാസത്തിൽ, ആ സന്തോഷത്തിൽ മതിമറന്ന് ചിരിക്കുന്നു. ആ ചിരി അയാളുടെ മരണത്തിന് കാരണമാകുന്നു. പ്രിയ കുട്ടികളെ, പാഠഭാഗത്തിൻ്റെ അവസാനത്ത് 1-2 ചോദ്യം കൂടി നോക്കാം. അയുക്തി ഹാസ്യത്തിന് കാരണമാകാറുണ്ട്. ഈ പ്രസ്താവന തേങ്ങ എന്ന കവിതയുമായി ബന്ധിപ്പിച്ച് വിശദമാക്കുക. യുക്തിയുടെ കുറവ്, യുക്തിയുടെ പോരായ്മയാണ് അയുക്തി. തേങ്ങ പൊട്ടിച്ചിതറി എന്ന് പറഞ്ഞാൽ ദേവസ്യയുടെ തലയിൽ വീണ തേങ്ങ പൊട്ടിച്ചിതറി എന്ന് പറയുമ്പോൾ നമ്മളത് അവിശ്വസനീയമായി തോന്നാം, വിശ്വസിക്കാൻ പറ്റാതാവും. സാധാരണ മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കാത്തൊരു കാര്യമാണത്. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ ചിരിക്കുന്നത്. തലയിൽ തേങ്ങ വീണിട്ടും മരിക്കാത്ത ഒരാൾ ചിരിച്ച് പൊട്ടിച്ചിരിച്ച് മരിക്കുകയോ? അടുത്ത ചോദ്യം നോക്കുക. തേങ്ങ എന്ന കവിതയെ ആധാരമാക്കി കൗതുക വാർത്ത തയ്യാറാക്കുക. പേര് സൂചിപ്പിക്കുന്നത് തന്നെ വാർത്ത വായിക്കുമ്പോൾ കൗതുകമുണ്ടാകുന്ന വാർത്തകൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പ്രവർത്തനമാണിത്. നിങ്ങൾ നിത്യേന വായിക്കുന്ന പത്രത്തിൻ്റെ പേരെഴുതാം, അല്ലെങ്കിൽ റേഡിയോ വാർത്തയായിട്ടാണ് ആ രൂപത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം. പത്രങ്ങളിലും റേഡിയോകളിലും കൗതുക വാർത്തകൾ വരാറുണ്ട്. കൊല്ലാങ്കണ്ടത്തിൽ ദേവസ്യ ശിരസിൽ തേങ്ങ വീണിട്ടും രക്ഷപ്പെട്ടു. താല്പര്യം നിങ്ങൾക്ക് മനോധർമ്മം പോലെ എഴുതാം. വായിക്കുന്ന ആളിന് താല്പര്യം ഉണ്ടാക്കുന്ന വാർത്തയായിരിക്കണം. പരീക്ഷയെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ള ഒരു കവിതയാണ്. നന്നായി മനസ്സിലാക്കുക, ഭംഗിയായി ഉത്തരം എഴുതുക. ഏവർക്കും നന്ദി.